നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലേക്ക് തന്നെ വരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം 2019 2019 സ്വാഭാവികമായും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏജൻസികളോ എല്ലാം തന്നെ ഏറെക്കുറെ അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ഫലം ഉണ്ടാകുമെന്ന് എവിടെയും പ്രതീക്ഷിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല 2019. അന്ന് ശക്തമായ രീതിയിലേക്കുള്ള മോഡി തരംഗം രാജ്യത്താകമാനം ഉണ്ടായിരുന്ന ഇന്ത്യ ടുഡേ 339 തൊട്ട് 365 വരെ, ന്യൂസ് 24 ഏകദേശം 350, ന്യൂസ് 18 നടത്തിയത് 336. അപ്പൊ 300 തൊട്ട് 287 തൊട്ട് 360 വരെ ആ ഒരു റേഞ്ചിനിടയിലാണ് ടൈംസ് നൗ ഇന്ത്യ ടുഡേ ആക്സിസിന്റെ കണക്ക് 339 365. അതിന്റെ ഇടയിൽ തന്നെയാണ് ആക്ച്വൽ റിസൾട്ട് 352 വന്നത്. 77 108 എന്ന് പറയുന്നതിന്റെ ഇടയിൽ തന്നെയാണ് 91 വന്നത്. അതേഴ്സിന്റെ 82 മാത്രമാണ് ചെറിയ വ്യത്യാസം. അതേഴ്സിന് സ്വാഭാവികമായും അത്തരം വ്യത്യാസങ്ങൾ വരാം. പക്ഷേ NDAയുടെയും UPAയുടെയും കണക്കുകൾ ഏറെക്കുറെ കൃത്യമായി തന്നെയാണ്. ന്യൂസ് 24 ടുഡേ ചാണക്യയുടേത് 350 എന്ന് പറയുമ്പോൾ 352 അത്രയും കൃത്യമായി. 95 പറയുമ്പോൾ 91. അതായത് ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് വളരെ കുറച്ച് വോട്ട് ചെയ്യുന്ന ആളുകളെക്കാൾ എത്രയോ ചെറിയൊരു ശതമാനം, ഒരു പോയിന്റ് ഇത്ര ശതമാനം മാത്രം ആളുകളെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കണക്ക് ശാസ്ത്രീയമായി ചെയ്താൽ വളരെ ശരിയായി എത്തിക്കാൻ കഴിയും എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ കഴിഞ്ഞ തവണത്തെ മാത്രമാണ് UPAക്ക് ഉള്ളതിൽ കൂടുതൽ 132ഓളം ഒക്കെ സീറ്റ് പ്രവചിച്ചത്. 306 NDA ഒതുങ്ങും എന്ന് പ്രവചിച്ചു. പക്ഷെ ആ കണക്കുകൾ തെറ്റുകയും ചെയ്യും. സി വോട്ടർ ആയാലും 287 128 പ്രവചിച്ചത്. 287 എന്നുള്ളത് 352 ഉയർന്നു. ടൈംസ് നൗ UMRനെ 306. ഒരു പൊതു പ്രത്യേകത പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഇവിടെയെല്ലാം തന്നെ കഴിഞ്ഞ തവണ NDAയുടെ ഏറ്റവും ആധികാരികമായ വിജയം തന്നെയാണ്. ചില ചാനലുകൾ കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ, പൊതുവെ ഈ ഏജൻസികൾ കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ, ഈ 352 കൂടുതൽ നൽകിയിരിക്കുന്ന പരമാവധി ഇന്ത്യ ടുഡേ ആക്സിസ് മാത്രമാണ്. 339 മുതൽ 365 വരെ എന്നുള്ള കണക്ക് നൽകിയിരിക്കുന്നത്. ഏറെക്കുറെ 2004 പോലെ അന്ന് പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് NDA എത്തിയെങ്കിൽ അത്രത്തോളം ഒരു ചാട്ടം കഴിഞ്ഞ തവണ ഉണ്ടായില്ല. കുറെ കൂടി യോജിച്ചു നിൽക്കുന്ന, ഫൈനൽ റിസൾട്ടിനോട് പരമാവധി യോജിച്ചു നിൽക്കുന്ന ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളായിരുന്നു കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കിരൺ, ഇതിനകത്ത് എക്സിറ്റ് പോളുകളെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, അതൊരു തരത്തിലുണ്ട്. പക്ഷെ ഇത്തവണ അടക്കം പല തരത്തിൽ ഉയരുന്ന വിഷയങ്ങൾ പറയുന്നത് ഓഹരി വിപണിയെ സ്വാധീനിക്കും. സ്വാഭാവികമായിട്ടും അതൊരു NDAക്ക് എതിരായിട്ടുള്ള ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് അതൊരു മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എക്സിറ്റ് പോളുകൾ എന്ന് പറയുന്നത് ഒപ്പീനിയൻ പോളുകളെ പോലെയല്ല. തെരഞ്ഞെടുപ്പ് വോട്ടെടുത്ത് കഴിഞ്ഞ് പുറത്തു വരുന്ന ആളുകളെ അത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ, വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ, ഗ്രാമം നഗരം എന്നുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം, അങ്ങനെ വിവിധ കാറ്റഗറി ആയിട്ട് ആളുകളെ തിരിച്ച് ആൾക്കൂട്ടമായി വരുന്ന, അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആളുകളെ കണ്ട് വളരെ ശാസ്ത്രീയമായ രീതിയിലേക്കാണ്. പക്ഷേ എത്രത്തോളം ശാസ്ത്രീയമായ രീതിയിലേക്കാണ് പലപ്പോഴും ഏജൻസികൾ ഇത് നടത്തുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ എക്സിറ്റ് പോളുകളുടെ ഒരു ശാസ്ത്രീയത അങ്ങനെയാണ്. ഒരു സമൂഹത്തിന്റെ പരിച്ഛേദം എടുക്കണമല്ലോ. ഒരു അരിമണി എടുത്തു നോക്കിയാൽ മതി ഒരു ആകെ ചോറിന്റെ വിലവറിയാൻ എന്ന് പറയുന്നത് പോലെ ആ തരത്തിലേക്ക് സമൂഹത്തിന്റെ വ്യത്യസ്തമായ തലത്തിൽ വരുന്ന, അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വരുന്ന, പ്രായത്തിൽ വരുന്ന, വ്യത്യസ്ത വിദ്യാഭ്യാസ യോഗ്യതയുള്ള, വ്യത്യസ്ത തൊഴിലെടുക്കുന്ന അങ്ങനത്തെ ആളുകളെ തെരഞ്ഞെടുത്താണ് ഇത് ചെയ്യുന്നത്. പക്ഷേ കൃത്യമായി പരമാവധി ശാസ്ത്രീയമായി തന്നെയാണ് ഈ കാണുന്ന 1 ലക്ഷം പേരെയോ 2 ലക്ഷം പേരോ അല്ലെങ്കിൽ 4 ലക്ഷം പേരെയോ ഒക്കെ കാണുന്നതെങ്കിൽ പരമാവധി അടുത്ത റിസൾട്ടിലേക്ക് എത്തിക്കാൻ കഴിയും. നേരത്തെയൊക്കെ ഇത്തരം റിസൾട്ടുകൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് 2004 തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഇത്തരം ഒരു ആവശ്യം വന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തുവിടുന്ന രീതി അവസാനിപ്പിക്കണം. ഒരു നിശ്ചിത സമയം വെച്ചതിന് ശേഷം മാത്രം, അവസാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരം എക്സിറ്റ് പോളുകൾ പുറത്തുവിടാൻ കഴിയുള്ളൂ. ഇപ്പോൾ കർശനമായ നിയമമുണ്ട്. ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മണിക്ക് കഴിഞ്ഞാൽ 6.5 മണിക്കൂർ കൂടി അപ്പോൾ ബൂത്തിൽ ഏതെങ്കിലും ആളുകൾ അവിടെ ക്യൂ നിൽപ്പുണ്ടെങ്കിൽ അവരെ പോലും ഇത് ബാധിക്കരുത്. 6.5 കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ ഫലം പുറത്തുവിടാവൂ. ഒരു തരത്തിലും എക്സിറ്റ് പോളിന്റെ ഫലം വോട്ടർമാരെ ബാധിക്കരുത്. പക്ഷേ അപർണ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഫലങ്ങളൊക്കെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള പല ആരോപണങ്ങളും പല ഘട്ടങ്ങളിലും ഒക്കെ ഉയർന്നിട്ടുള്ളതുമാണ്. നമ്മളിനി നോക്കണം എക്സിറ്റ് പോളുകളുടെ കൃത്യത. അത് പല ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെന്നിരിക്കുന്നത്. അത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ അത് പലരും വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഓരോ തവണ എക്സിറ്റ് പോളുകൾ വരുന്ന സമയത്തും വിശകലന വിദഗ്ധരൊക്കെ അത് സംബന്ധിച്ച് മാധ്യമങ്ങളെ പ്രതികരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് സാമ്പിൾ എടുക്കുന്നതിലെ വിഷയമാണ്. സാമ്പിളുകളിൽ പിശകുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനുടെ അല്ലെങ്കിൽ വോട്ടർമാരുടെ ഒക്കെ സാമ്പിൾ എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള സാമ്പിളിംഗ് ടെക്നിക്കുകൾ ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള
കൃത്യത കൈവരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് സാമ്പിൾ പിശക് ഒന്ന് വരുന്നത്. രണ്ടാമത്തത് പ്രതികരിക്കാത്ത സാമ്പിളുകൾ. അതായത് ഈ എക്സിറ്റ് പോളുകൾ പങ്കെടുക്കാൻ എല്ലാ വോട്ടർമാരും തയ്യാറാകണമെന്നില്ല. ഒരു പക്ഷേ ഇത് പ്രതികരിക്കില്ല എന്ന് പറയുന്നവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ ഉണ്ടാകാം. അതൊരു പക്ഷേ ഒരു പാർഷ്യാലിറ്റിയെ അത് കാണിച്ചേക്കാം. അങ്ങനെ ഒരു വിഷയം ഇതിനകത്തുണ്ട്, ആൾക്കാരുടെ ഒരു റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട്. എക്സിറ്റ് പോളുകളെ എടുക്കേണ്ടത് എങ്ങനെയെന്ന് സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിലാണ് എക്സിറ്റ് പോളുകൾ ലോകത്താകമാനം വ്യാപകമായി വരാൻ തുടങ്ങിയത്. അതിനെക്കുറിച്ചുള്ള ആധികാരികമായ പഠനങ്ങൾക്കൊക്കെ ശേഷമാണ് എക്സിറ്റ് പോളുകളുടെ സംവിധാനം രൂപപ്പെടുന്നത്. നമ്മൾ ഈ പഠനവും സംവിധാനവും എന്നെല്ലാം പറയുമ്പോഴും ഒരാൾ പുറത്തിറങ്ങി വരുന്ന ഒരാളോട് ചോദിക്കുന്നു, അത് ചിലർ കള്ളം പറയാം. അതാണ് കള്ളം പറയാനുള്ള ബോധപൂർവ്വം തന്നെ കള്ളം പറയാനുള്ള സാധ്യത. സോഷ്യൽ ഡിസൈറബിലിറ്റി പാർഷ്യാലിറ്റി. അതായത് നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് പ്രകടമാക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്കത് സത്യസന്ധമായിട്ട് മറ്റാരുടെ മുന്നിൽ വെച്ച് ചോദിക്കരുത്, കൂട്ടമായി വരുന്നവരുടെ മുന്നിൽ ചോദിക്കരുത്, ഒറ്റയ്ക്ക് മാറ്റി നിർത്തി വേണം ചോദിക്കേണ്ടത്. അവർക്ക് നിങ്ങളെ അവരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ പറയുന്നത് പുറത്തു പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ വേണം അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ കുറേ നിയമങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് തന്നെ രഹസ്യമായി തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ഇത് അങ്ങനെ കൃത്യമായി തന്നെ എപ്പോഴും എടുക്കണമെന്നില്ല. എടുക്കുന്ന ആളുകൾ സ്വീകരിക്കുന്നതിന്റെ വിശ്വാസ്യത അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് തന്നെ പൊളിറ്റിക്കലി ഇഷ്യൂസ് ഉള്ള ചില സ്ഥലങ്ങളിൽ, ആ രീതിയിൽ കോൺഫ്ലിക്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കേരളത്തിൽ പോലും ഉണ്ട്. അത്രയും അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് നിങ്ങൾ ഒരു സാമ്പിൾ എടുക്കുകയാണ്, നിങ്ങൾ ചോദിക്കുകയാണ്, എത്രത്തോളം സത്യസന്ധമായിട്ട് ഇതിന് മറുപടി പറയാൻ കഴിയും എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. അത് അത്തരം വിഷയങ്ങൾ കൂടിയുണ്ട്. എന്തായാലും നമുക്ക് എക്സിറ്റ് പോളുകളുടെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നമുക്ക് അതിന്റെ ഫലം നോക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. എക്സിറ്റ് പോളുകളുടെ എററിന്റെ ഒരു ശതമാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അതിനപ്പുറത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്ത് മുമ്പ് നടന്ന എക്സിറ്റ് പോളുകൾ, ആ എക്സിറ്റ് പോളുകളിൽ ഏതെല്ലാം ശരിയായി, ഏതെല്ലാം തെറ്റായി, ഏതെല്ലാം വിജയത്തോട് അടുത്തു വന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായും പാളിപ്പോയ എക്സിറ്റ് പോളുകളെ കുറിച്ച് ആദ്യം പറഞ്ഞു. ബാക്കിയുള്ള മഹാഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ഏറെക്കുറെ വിജയത്തിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഏറെക്കുറെ വിജയത്തിനടുത്ത് പ്രവചിക്കാൻ കഴിയുകയോ ചെയ്ത എക്സിറ്റ് പോളുകളാണുള്ളത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങൾ കൂടി, ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കുന്ന 249 സീറ്റുകൾ വരുന്ന UP ആയാലും മഹാരാഷ്ട്ര ആയാലും ബംഗാളായാലും ബീഹാർ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളും അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്ത്യ മുന്നണി അടക്കം പ്രതീക്ഷ വെക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് അതുകൂടി പരിശോധിക്കണം. അതിനു മുമ്പ് ചെറിയ